ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ത്യൻ നോവലിസ്റ്റ് ആയിട്ടുള്ള അനിത നായർ എഴുതിയിട്ടുള്ള ലേഡീസ് സ്കൂപ്പ്, ഈ ഒരു ഇന്ത്യൻ നോവലിൻ്റെ ഷോർട്ട് ബ്രീഫ് സമ്മറിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, അനിത നായറിൻ്റെ വർക്കുകളിൽ മൾട്ടിപ്പിൾ തീംസ് കാണാറുണ്ട്, ലൈക്ക് ഫാമിലി, റിലേഷൻഷിപ്പ്, സോഷ്യൽ പൊസിഷൻ ആൻഡ് ജെൻഡർ ഇൻഇക്വാലിറ്റി. ഈ പറയുന്ന നോവൽ ഇന്ത്യൻ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി, സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് നോക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഇത് പറയുന്നത്. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിൻ്റെ കീഴിലുള്ള ഒരു നോട്ട്സും അതുപോലെ തന്നെ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള സമ്മറിയും നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇന്ത്യൻ പീപ്പിൾ ബിലീവ് ചെയ്യുന്നത് സൊസൈറ്റിയിൽ സ്ത്രീകൾ, പെൺകുട്ടികൾ എന്ന് പറയുന്നത് ലൈക്ക് എ ബർഡൻ, എന്തോ ഒരു ഭാരമായിട്ടാണ്. അതുമാത്രമല്ല, അവരെ യൂസ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് പോലെ പലപ്പോഴും അങ്ങനെ നമുക്ക് കാണാറുണ്ട്. ഓക്കെ, അങ്ങനെ മെൻ അവർ ട്രീറ്റ് ചെയ്യുന്നത് അൺജസ്റ്റിസ് ആയിട്ടാണ്. അബ്യൂസീവ് നാച്ചർ ഓഫ് മെൻ അവർ കാണിക്കുന്നുണ്ട്. പലപ്പോഴും ഉപദ്രവിക്കാറുണ്ട്, മെൻ്റലി ഫിസിക്കലി ടോർച്ചർ ചെയ്യാറുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരവരെ യൂസ് ചെയ്യാറുണ്ട്. അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ലൈക്ക് അവർ പറയാറുള്ളത്, ഹൗ എ ഗുഡ് വൈഫ് നെവർ സേസ് നോ ഈവൻ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റ്. ഒരു സ്ത്രീക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി അവരൊരിക്കലും അവരുടെ ഹസ്ബൻഡിനോട് നോ എന്ന് പറയില്ല. അങ്ങനെയുള്ളവരാണ് നല്ല സ്ത്രീകൾ, നല്ല ഭാര്യമാർ എന്നുള്ളതാണ്. അതുമാത്രമല്ല, എത്രത്തോളം ദേഷ്യപ്പെട്ട് ചീത്ത പറഞ്ഞ് ചിലപ്പോൾ തെറി വേർഡുകളൊക്കെ യൂസ് ചെയ്താലും അവസാനം ഹസ്ബൻഡ് വന്ന് പറയത്രേ, ലൈക്ക് എനിക്ക് നിന്നോടല്ല എൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ, എനിക്ക് വേറെ ആരോടെങ്കിലും ചെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ, ഇങ്ങനെ പറയും. ഒരു കൈൻഡ് ഓഫ് മാനിപ്പുലേഷൻ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് പലപ്പോഴും. ഓക്കെ, അപ്പോൾ പല രീതിയിൽ വ്യത്യസ്ത രീതികൾ മെൻ്റലി ഫിസിക്കലി ടോർച്ചർ ചെയ്യാറുണ്ട് സ്ത്രീകളെ എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇതെല്ലാം സഹിച്ച് പൊരുത്തപ്പെട്ട് ഇതാണ് തൻ്റെ ജീവിതം, ഇതാണ് തൻ്റെ ലോകം എന്ന് പറഞ്ഞിട്ട് അതിനെ പൊരുത്തപ്പെട്ട് ജീവിക്കാനാണ് ഇന്ത്യൻ ട്രഡീഷനിൽ, ഇന്ത്യൻ സൊസൈറ്റിയിൽ പലപ്പോഴും സ്ത്രീകളെ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്, സ്ത്രീകളെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക. സ്ത്രീകളുടെ കാര്യം എടുക്കുമ്പോൾ പലപ്പോഴും ബിഫോർ മാരേജ് ആൻഡ് ആഫ്റ്റർ മാരേജ് എന്നീ സെക്ഷനുകൾ കാണാം. എന്നാൽ എങ്ങനെയൊക്കെയാണെങ്കിലും സ്ത്രീകൾക്ക് ഒരിക്കലും തൻ്റെതായ രീതിയിലുള്ളൊരു ഡിസിഷൻ ഇന്ത്യൻ സൊസൈറ്റിയിൽ എടുക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ദ ട്രീറ്റ് ദ മസക്കേഴ്സ് ഒരു ശാപമായിട്ടും കാണാറുണ്ട്, ട്രീറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതും നമുക്ക് കാണാം. പലപ്പോഴും സ്ത്രീകൾ പ്രസവിച്ച് കഴിഞ്ഞാൽ എന്താ കുട്ടിയെന്ന് ചോദിക്കുമ്പോൾ പെൺകുട്ടിയാണ്, പെൺകുട്ടിയാ എന്നുള്ള രീതിയിലുള്ള ഒരു എന്തോ സൗണ്ടിൻ്റെ ഒരു മോഡുലേഷൻ നമുക്ക് മാറുന്നതായിട്ട് കാണാം. അവിടെ മുതൽ തുടങ്ങുന്നതാണ് നീ ഒരു പെൺകുട്ടിയാണ്, അവളൊരു പെൺകുട്ടിയാണ്, പെൺകുട്ടികളെ എങ്ങനെ വളർത്തണം, അടക്ക അമർച്ചയോടെ വളർത്തണം, നല്ല കുട്ടികളായിട്ട് വളർത്തണം. ഓക്കെ, അങ്ങനെ തുടങ്ങി ഒരുപാട് ലിമിറ്റും ഒരുപാട് റെസ്ട്രിക്ഷൻസും അവർക്ക് പലപ്പോഴും അവരുടെ തലയിൽ വെക്കാറുണ്ട് നമ്മൾ. ഓക്കെ, എന്നാൽ ആഫ്റ്റർ മാരേജ് അവളുടെ ഉള്ള കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ചിലപ്പോൾ മറക്കേണ്ടതായിട്ട് വരാറുണ്ട്. അവരുടെ ഹസ്ബൻഡിൻ്റെ പ്ലഷറിന് വേണ്ടിയിട്ട്, അവരുടെ ഹസ്ബൻഡിന് എന്തെയാണോ ഇഷ്ടം, അവരുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുമ്പോഴാണ് സാറ്റിസ്ഫൈഡ് ആകുന്നത്, അത് മാത്രം നോക്കിയിട്ട് തൻ്റെ ഒരു പ്ലഷർ, തൻ്റെ ഒരു സന്തോഷമൊക്കെ മറന്നിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരായിട്ടും മാറാറുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആരും സ്ത്രീയെ ട്രീറ്റ് ചെയ്യുന്നില്ല, ഒരു ഒബ്ജക്റ്റ് എന്ന പോലെ എന്തോ ഒരു സംഭവം അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മെൻ പലപ്പോഴും അവരുടെ വൈഫുകളെ ഭയങ്കര ക്രൂവൽ ആറ്റിറ്റ്യൂഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, സത്യാവസ്ഥ എന്ന് വെച്ചാൽ ഈവൻ എ വുമൺ ഈസ് എഡ്യൂക്കേറ്റഡ്, ഒരു എന്താ പറയുക, വിദ്യാഭ്യാസമ്പന്നയായിട്ടുള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ കൂടി അവൾക്ക് അവളുടെ പഠനം ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡിന് സമ്മതം വേണം. അതുമാത്രമല്ല, പഠനം കഴിഞ്ഞു, ഇനി ജോലിക്ക് പോകണം, അവരുടെ ഒരു കരിയർ ലൈഫ് ബിൽഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിലും അവൾക്കൊരു ഷീ ഹാസ് നോ റൈറ്റ്, ഓക്കെ, വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദെയർ ഹസ്ബൻഡ് എന്നുള്ളതും നമുക്ക് പലപ്പോഴായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ പറയാറുണ്ട്, അതിനെന്താ, ഓനെ അവളെ പഠിപ്പിക്കും എന്നുള്ള ഒരു ടേമൊക്കെ അല്ലേ. സോ ഇവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് ലൈക്ക് എന്താ പറയുക, അവൻ അവളെ പഠിപ്പിക്കും, അതിൻ്റെ ആവശ്യമില്ല. പഠനം എന്നുള്ളത് ഒരു വ്യക്തിയുടെ ബേസിക് ആയിട്ടുള്ള റൈറ്റാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനഃപൂർവ്വം മറന്നു പോവുകയാണോ എന്ന് തോന്നാറുണ്ട്. ചിലപ്പോൾ 18 to 20, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 21 ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ഫോഴ്സ്ഡ് മാരേജ് നമുക്ക് കാണാറുണ്ട്. ഈ ഒരു സമയത്തായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയുന്നുണ്ടായി, ലൈക്ക് അവൾ പറയാണ്, ആൺകുട്ടികളെ നമുക്ക് നിർബന്ധിപ്പിച്ച് വിവാഹം കഴിപ്പിക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ പെൺകുട്ടികളാകുമ്പോൾ അവരെ തല്ലിയിട്ടാണെങ്കിലും അടിച്ചിട്ടാണെങ്കിലും വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാം എന്നുള്ളൊരു ടേം, അതെന്തോ എനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടുപോലെ ആയിട്ടോ. സോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫോഴ്സ്ഡ് മാരേജ് ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതെല്ലാം പോകട്ടെ, നമ്മൾ പലപ്പോഴും സ്ത്രീകളെ വീടിനുള്ളിൽ
ഭയങ്കര നല്ല കുട്ടികളായിട്ട് അച്ചടക്കമുള്ള കുട്ടികളായിട്ട് വളർത്താറുണ്ടെങ്കിൽ കൂടി വീടിനുള്ളിലും വീടിന് പുറത്തും സ്ത്രീകൾ എന്തല്ല സേഫ് അല്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതൽ 3 വയസ്സുള്ള ചെറിയ പെൺകുട്ടികളെ വരെ റേപ്പ് വിക്റ്റിമായിട്ട് മാറുന്ന ഒരു അവസ്ഥ. അതുമാത്രമല്ല 50 അല്ലെങ്കിൽ 80 മുകളിലുള്ള സ്ത്രീകളെയും റേപ്പ് വിക്റ്റിമായിട്ട് നമുക്ക് കാണാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ സംഭവം ഭയങ്കര പരിതാപകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. സത്യാവസ്ഥ എന്ന് വെച്ചാൽ ഇന്ത്യൻ വിമൻ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ റേപ്പ് വിക്റ്റിമായിട്ട് മാറുകയാണെങ്കിൽ, അവളെ ഒരു മെൻ സെഡ്യൂസ് ചെയ്തതാണെങ്കിൽ കൂടിയും, അവളെ ഒരു മെൻ ഫോഴ്സ് ചെയ്തതാണെങ്കിൽ കൂടിയും, അവളെ ഒരു മെൻ സെക്ഷലി അബ്യൂസ് ചെയ്തതാണെങ്കിൽ കൂടിയും, അതിനൊക്കെ ശേഷം വിമൻ ട്രീറ്റ് ചെയ്യുന്ന രീതി അവരെയാണ്, പെൺകുട്ടികളാണ് പലപ്പോഴും ബാഡ് നെയിംസ് വെച്ച് നമ്മുടെ സൊസൈറ്റി കോൾ ചെയ്യാറുള്ളത്. പുരുഷന്മാർ പലപ്പോഴും അവിടെയും സേഫായി പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണോ ട്രൂത്ത് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു നോവലിൽ അനിത നായർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ സോഷ്യൽ റിയാലിറ്റിയാണ്. ഓക്കെ, അതായത് ദിസ് നോവൽ റിഫ്ലെക്റ്റ് ദി സഫറിങ്സ് ഓഫ് വിമൻ ആൻഡ് ദേ വാണ്ട്സ് ടു സെൽഫ് ഡിസ്കവറി. വ്യത്യസ്ത രീതിയിലുള്ള സെൽഫ് സഫറിങ്സ് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ മറികടന്നിട്ട് താനൊരു വ്യക്തിയാണ്, ഒരു സെൽഫ് ഡിസ്കവറിയാണ് ഒരു ആവശ്യം എന്നുള്ളതൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്ന, എന്നുള്ളതൊക്കെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നോവലാണ് ലേഡീസ് കോപ്പി എന്ന് പറയുന്നത്. വിമൻ നീഡ് ദെയർ ഓൺ എക്സിസ്റ്റൻസ്, ദേ മസ്റ്റ് ഹാവ് ഇൻഡിപെൻഡൻസ്. നമുക്കെല്ലാവർക്കും അറിയാം 1947 ഓഗസ്റ്റ് 15 നമുക്കെല്ലാവർക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? യെസ്, ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഇപ്പോഴും ഇന്നത്തെ കാലത്തും നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയം തന്നെ ആയിട്ട് മാറുന്നുണ്ട്. ഇൻ ഇന്ത്യൻ സൊസൈറ്റി ബിലീവ്ഡ് വിമൻ ആർ ഇൻഫീരിയർ ടു മെൻ. പുരുഷന്മാരെക്കാൾ എപ്പോഴും ഇൻഫീരിയർ ആയിട്ട്, മേ ബി ഫിസിക്കൽ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിയായേക്കാം. പക്ഷെ എന്നിരുന്നാലും ഒരു വ്യക്തി എന്നുള്ള രീതിയിലെങ്കിലും അവരെ കൺസിഡർ ചെയ്യേണ്ടതില്ലേ? ഇഫ് വിമൻ ആർ കാപ്പബിൾ ഫോർ ടേക്ക് ദെയർ ഡിസിഷൻ ബട്ട് ദേ ആസ്ക്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ എനിക്കൊരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്, എനിക്കിത് എടുക്കണം, എനിക്ക് കഴിയും എന്നുള്ളത് എനിക്കറിയാമെങ്കിലും എന്തോ നമുക്ക് ചിലപ്പോൾ അഭിപ്രായങ്ങൾക്കപ്പുറത്തേക്ക് ഒരു അനുവാദം പലപ്പോഴും ചോദിക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? നിങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾ അനുവാദം ചോദിക്കാറുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ മീറ്റ് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് കൂടുന്നുണ്ട്, ഞാൻ പോകട്ടെ എന്നാണോ പറയാറുള്ളത്? എന്നാൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത്, ഞാൻ ഒന്ന് പോയിട്ട് വരാം, അങ്ങനെയാണോ പറയാറുള്ളത്? എങ്ങനെയാണ് നിങ്ങൾ പറയാറുള്ളത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യൻ പാട്രിയാർക്കൽ സൊസൈറ്റി മസ്റ്റ് നീഡ് ടു ചേഞ്ച് ദെയർ തോട്ട് ആൻഡ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഫേവർ ഫോർ വിമൻ. ഓക്കെ, സ്ത്രീകളെയും ഒരു വ്യക്തികളായിട്ട് കാണണം. അവിടെ ഇത്തരത്തിലുള്ള തോട്ടും ആറ്റിറ്റ്യൂഡൊക്കെ അവർ മാറ്റേണ്ടതായിട്ടുണ്ട്. ആ സമയം എപ്പോഴോ അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വിമൻ വാണ്ട് ടു ഇമാൻസിപ്പേഷൻ ഫ്രം ദ സൊസൈറ്റി. വിമൻ വാണ്ട് ടു ലീവ് ദെയർ ഓൺ വേ. ഇന്ത്യൻ സൊസൈറ്റി ഓൾവേസ് ബ്ലെയിമിങ് വിമൻ ഇഫ് ദേ ആർ ഇന്നസെൻറ്റ്. അവർ എത്രത്തോളം ഇന്നസെൻ്റ് ആണെങ്കിലും, അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും, അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ കംഫർട്ടായിട്ടൊരു ഡ്രസ്സ് ധരിച്ചാൽ കൂടിയിട്ടും കുറ്റം എപ്പോഴും സ്ത്രീകൾക്കാണ് എന്നുള്ളത് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ഞാൻ 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. Can a woman live alone? Can a woman cope by herself? ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് പാരൻസിനെ ഒഴിവാക്കിയിട്ട്, ഹസ്ബൻഡിനെ ഒഴിവാക്കിയിട്ട് തന്നിഷ്ടത്തോട് ജീവിക്കുക എന്നുള്ളതല്ല. പക്ഷെ അവരൊന്നും ആശ്രയിക്കാതെ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തൻ്റെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളൊക്കെ നേടിയെടുത്തിട്ട്, തൻ്റെ ആഗ്രഹങ്ങൾ, തൻ്റെ കരിയർ ലൈഫ് ബിൽഡ് ചെയ്തിട്ട്, തൻ്റെ പഠനങ്ങൾ പഠിച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമോ മറ്റൊരാളുടെ ഒരു അനുവാദമില്ലാതെ എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ചോദ്യം. ഓക്കെ, സോ അതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ കൊടുത്ത് നോക്കുക. നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചില കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എന്താണ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ഇപ്പോഴും ആ ട്രഡീഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്? ഇന്ത്യൻ സൊസൈറ്റി ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണോ? നിങ്ങളുടെ വീടുകളിൽ എങ്ങനെ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഓക്കെ, ഇനി നമ്മുടെ ലേഡീസ് സ്കൂപ്പിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, അനിത നായർ പറയുന്നത് ഇതൊരിക്കലും ഒരു ഫെമിനിസ്റ്റ് നോവലൊന്നുമല്ല. പക്ഷേ ഈ നോവലിൻ്റെ പ്രത്യേകത, ഇറ്റ് പോർട്രേസ് ദ സിറ്റുവേഷൻ ഓഫ് എവറി ഇന്ത്യൻ വുമൻ ഹു ലിവ്സ് ഇൻ സച്ച് എ പാട്രിയാർക്കൽ സൊസൈറ്റി. ഇതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 8-9 സ്ത്രീകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ സ്ത്രീകളും പാട്രിയാർക്കൽ സൊസൈറ്റി വ്യത്യസ്ത സിറ്റുവേഷനിലൂടെ കടന്നു വരുന്ന സ്ത്രീകളെയാണ് ഇവരൊക്കെ പോർട്രേ ചെയ്തിട്ട് അവരുടെ ജീവിതങ്ങളൊക്കെ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ,
അനിത ഇവിടെ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദ ഒപ്രഷനും സപ്രഷനും ഒരിക്കലും നമുക്ക് എന്തിൻ്റെ ഫോമിൽ മാത്രമല്ല വരുന്നത്, ഈ വയലൻസിൻ്റെ ഫോമിൽ മാത്രമല്ല, പക്ഷെ പലപ്പോഴും ഇൻ ടേംസ് ഓഫ് ലവ് ആൻഡ് മാരേജ്, സ്നേഹം, വിവാഹം, ഈ ഒരു രീതിയിൽ കൂടിയും നമ്മൾ പലപ്പോഴും ഓപ്പറേഷൻ സപ്രഷൻ നമ്മൾ പലപ്പോഴും ഇൻഫീരിയർ ആകുന്നുണ്ട് എന്നുള്ളതാണ് അനിത നായർ പറയുന്നത്. നമുക്കിനി ഈ ഒരു നോവലിൻ്റെ ഓരോ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഈ ഒരു നോവലിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്, ഈ നോവലിൽ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ജീവിതം, ആ ക്യാരക്ടറിൻ്റെ യാത്ര ചുറ്റിപ്പറ്റിയുള്ളതാണ്. ക്യാരക്ടറിൻ്റെ നെയിം വരുന്നത് അഖിലേന്ദേശ്വരി എന്നാണ്. നമുക്ക് അഖില എന്ന് വിളിക്കാം. ഇവരൊരു 45 ഇയർ ഓൾഡ് അൺമാരീഡ് വുമൺ ആണ്. ഇവളുടെ ഒരു ജേണിയിലൂടെയാണ് ഇതിലെ തീംസ് വരുന്ന ഐഡൻറ്റിറ്റി, ഇൻഡിപെൻഡൻസ്, സോഷ്യൽ എക്സ്പെക്റ്റേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഇവൾ പോകുന്നത് കന്യാകുമാരിയിലോട്ടാണ്. ഓക്കെ, സോ ഡ്യൂറിങ് ഹെർ ട്രാവൽ, ഇവൾ ട്രാവൽ ചെയ്യുന്നത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ്, ലേഡീസ് സ്കൂപ്പിലാണ്. സോ അതുകൊണ്ട് തന്നെ അവൾ അവിടെ മറ്റ് ഒരു 5 സ്ത്രീകളെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുമായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഈ 5 സ്ത്രീകളും വരുന്നത് വ്യത്യസ്ത രീതിയിലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ്. അവരുടെ സ്റ്റോറിയൊക്കെ കേട്ടിട്ട് ഇവളുടെ ലൈഫിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ അഖില എന്നും ചെയ്യുന്ന ഓരോ മുണ്ടേൻ ടാസ്കുകളായിട്ടും ഒരു ഡ്യൂട്ടി ബോണ്ട് ലൈഫായിട്ട് ആകെ ടയേർഡായിരുന്നു. അങ്ങനെയാണ് അവളൊരു സോളോ ട്രിപ്പ് പോകാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷീ ഷെയർ ഹെർ ജേർണി വിത്ത് 5 പാസഞ്ചേഴ്സ്. ഈ 5 പാസഞ്ചേഴ്സ് ആരൊക്കെയെന്ന് വെച്ചാൽ ജാനകി പ്രഭാകർ, പ്രഭാദേവി, മാർഗരറ്റ് ശാന്തി, ഷീല വാസുദേവൻ അല്ലെങ്കിൽ ഷീല വാസുദേവൻ ആൻഡ് മരിക്കൊളുന്ത്. സോ ഇത്രയും ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ത്രൂ ദെയർ കോൺവെർസേഷൻ അഖിലക്ക് റിഫ്ലക്റ്റ് ചെയ്യാണ് ഓൺ ഹെർ ഓൺ ലൈഫ് ആൻഡ് അവളുടെ ഇനി എന്ത് താൻ ഇതുവരെ ഉള്ളത് ഓക്കെ, ഇനി തൻ്റെ ഭാവിയിൽ എന്ത് സംഭവിക്കണം, തൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് സ്വന്തമായിട്ടൊരു ഡിസിഷൻ ഉണ്ടാക്കുകയാണ് നമ്മുടെ അഖില ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ സ്റ്റോറിയുടെ ഒരു മെയിൻ പ്ലോട്ടിൻ്റെ ഓവർവ്യൂ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. സോ അഖില, ഷീ കംസ് ഫ്രം എ കൺസർവേറ്റീവ് തമിഴ് ബ്രാഹ്മിൻ ഫാമിലി. Her father, an income tax officer, dies early, leaving her to support her mother and siblings. And she sacrifices her personal desires for family responsibilities. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു തമിഴ് ബ്രാഹ്മിൻ ഫാമിലിയിലാണ് നമ്മുടെ അഖില ജനിക്കുന്നത്. അവളുടെ ഫാദർ ഒരു ഇൻകം ടാക്സ് ഓഫീസർ ആയിരുന്നു. നേരത്തെ തന്നെ മരണപ്പെട്ടു. ഈ മരണപ്പെട്ടതോട് കൂടിയിട്ട് മൂത്ത മകളായിട്ടുള്ള അഖിലയുടെ തലയിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റി വന്ന് ചേരുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ ഡിസയർ, അവളുടെ ആഗ്രഹങ്ങൾ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവളുടെ ലൈഫ് തന്നെ അവളുടെ ഫാമിലിക്ക്, അവളുടെ മദറിനും അവളുടെ സിബ്ലിങ്സിനും വേണ്ടിയിട്ട് അവൾ സാക്രിഫൈസ് ചെയ്യുന്നതാണ് ഇതിലെ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ അഖിലയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അവളുടെ മൈൻഡിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ലൈക്ക് അവൾ എപ്പോഴും ചിന്തിക്കാറുള്ള ക്വസ്റ്റ്യൻ അല്ല, ഒരു സംശയങ്ങളാണ്. വെദർ എ വുമൺ ക്യാൻ ലിവ് എലോൺ ബൈ ഹെർ സെൽഫ് ഇൻ ദി സൊസൈറ്റി. ഈ ഒരു സൊസൈറ്റിയിൽ സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് ആളുകൾ എന്തായിരിക്കും ആ പെൺകുട്ടിയെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്? വാട്ട് ഡു പീപ്പിൾ തിങ്ക് ഓഫ് എ വുമൺ ഹു ലിവ്സ് എലോൺ? അത് മാത്രമല്ല, ഹൗ ഡു പീപ്പിൾ ലുക്ക് അറ്റ് എ വുമൺ ഹു ലിവ്സ് എലോൺ? എങ്ങനെ ആയിരിക്കും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ആളുകൾ അവളെ നോക്കുക? എങ്ങനെയായിരിക്കും അവളുടെ മൈൻഡിലുണ്ടാകുന്ന ചിന്തകൾ? സോ ഇത്തരത്തിലുള്ള ഒരുപാട് ഡൗട്ടുകൾ അവളുടെ മൈൻഡിൽ ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് അവളുടെ മൈൻഡിനെ ഇങ്ങനെ ബേർഡൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഭാരമാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ. സോ ഷീ വാണ്ട് ടു റിഫ്രഷ് ഹെർ മൈൻഡ്. അവളുടെ മൈൻഡ് എന്ത് ചെയ്യണം? റിഫ്രഷ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് അവളിങ്ങനെ ഒരു ജേണി, തനിക്കൊരു സോളോ ട്രിപ്പ് പോകാം എന്നുള്ളത് തീരുമാനിക്കുകയാണ്. അവൾ പോകുന്നത് കന്യാകുമാരിയിലായിട്ടാണ്. ഷോ ഷീ ഗെറ്റ്സ് എ ടിക്കറ്റ് ഇൻ ലേഡീസ് സ്കൂപ്പ്. അതിന് അവളുടെ ഫ്രണ്ട്സൊക്കെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ പിന്നെ പറയുന്നത് എവറി ടൈം അവളുടെ സിബ്ലിങ്സ് അവരുടെ വിവാഹത്തെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കും, ഇവളുടെ സിബ്ലിങ്സ് കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ അത്ഭുതപ്പെടും. ഇവരെ കല്യാണത്തിനെ കുറിച്ചിട്ട്, ഇവരുടെ ഒരു ഫാമിലി അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. തനിക്കൊരു വിവാഹം വേണം എന്നുള്ളത് ചിന്തിക്കുന്നില്ലേ? 45 വയസ്സായി, അൺമാരീഡ് വുമൺ ആണ്, എല്ലാ ഫാമിലി റെസ്പോൺസിബിലിറ്റീസും ഇവരുടെ തലയിലാണ്. അങ്ങനെ നിൽക്കുന്ന ഇവളെ കുറിച്ചിട്ട് ആ വീട്ടിൽ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സോ ഒരു ഇന്ത്യൻ വുമണിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വേണ്ട ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, പലപ്പോഴും അവർ ഡിസൈഡ് എന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡ്, ഒരു ചിൽഡ്രൻ, ഒരു ഫാമിലി ലൈഫൊക്കെ എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകും അല്ലേ?
പക്ഷേ ഇവളുടെ കാര്യത്തിൽ അവൾ സത്യം പറഞ്ഞാൽ ഫാമിലി റെസ്പോൺസിബിലിറ്റി എത്രയോ അവളുടെ ലൈഫിൽ നല്ല പ്രായത്തിൽ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അഖിലയുടെ ഒരു ഫാമിലിയോടുള്ളൊരു ആഗ്രഹം, ഒരു റിലേഷൻഷിപ്പിനോടുള്ളൊരു താല്പര്യം, ഒരു ഇഷ്ടമൊക്കെ പറയുന്നത് അവളുടെ ലൈഫിൽ ആരും ഒരു അക്കൗണ്ടിൽ എടുത്തില്ല എന്നുള്ളത് നമുക്ക് പറയാം. അതുമാത്രമല്ല, ഷീ ഫേസ് ലാക്ക് ഓഫ് ഐഡൻറ്റിറ്റി. തനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, തൻ്റെ ലൈഫ്, തൻ്റെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, തൻ്റെ ഒരു പേഴ്സണൽ ലൈഫിന് വേണ്ടിയിട്ട് തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സെൽഫ് ഐഡൻറ്റിറ്റി തന്നെ അവിടെ അവൾക്ക് ലാക്കായി പോകുന്നുണ്ട്. ഇനി പറയുന്നത് അവളുടെ ലവ് ലൈഫാണ്. അവൾ ഷീ ഫോൾസ് ഇൻ ലവ് വിത്ത് ഹരി, എ യങ്ങർ മാൻ ആണ്. അവളേക്കാൾ വയസ്സ് കുറഞ്ഞ ഒരു ബോയ് ആണ് കേട്ടോ. സോ അഖിലക്ക് എന്താണെന്ന് വെച്ചാൽ, അഖില ഫീൽസ് ദാറ്റ് സൊസൈറ്റി വുഡ് നോട്ട് അപ്രൂവ് ഓഫ് ദിസ് റിലേഷൻഷിപ്പ്. അതായത് നമ്മുടെ ഇത്തരത്തിൽ, അതായത് പലപ്പോഴും പുരുഷന്മാർക്ക് ഏജ് കൂടുതലും സ്ത്രീകൾ കുറച്ച് താഴെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഹരിനെ ഇഷ്ടമാണെങ്കിൽ, ഹരിക്ക് ഇവളെയും ഇഷ്ടമാണെങ്കിൽ കൂടി സൊസൈറ്റി എങ്ങനെ ഇതിനെ നോക്കി കാണും? തൻ്റെ റിലേഷൻഷിപ്പിനെ തൻ്റെ ഫാമിലി, തൻ്റെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യില്ല, അപ്രൂവ് ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവൾ എന്താക്കി, ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാണ് ഡ്യൂ ടു സോഷ്യൽ പ്രഷർ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, ആ ഒരു ഫെലോ പാസഞ്ചേഴ്സിൻ്റെ സ്റ്റോറീസൊക്കെ കേട്ടിട്ട് അവൾ തന്നെ സ്വയം ഷീ ഡിസൈഡ്സ് ടു ടേക്ക് കൺട്രോൾ ഓഫ് ഹെർ ലൈഫ്. ഭാവിയിൽ ഫ്യൂച്ചറിൽ ഇനി താൻ എന്ത് ചെയ്യണം എന്നുള്ളത് അവൾ സ്വയം തീരുമാനിക്കാനിടയാകുന്നത് ഈ ഒരു സോളോ ട്രിപ്പിൽ അവൾ പരിചയപ്പെടുന്ന ഈ 5 പാസഞ്ചേഴ്സ്, അവളുടെ സഹയാത്രികരുടെ സ്റ്റോറീസൊക്കെ കേട്ടിട്ടാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് അഖിലയെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ക്യാരക്ടർ വരുന്നത് ജാനകി പ്രഭാകർ. ഇവരുടെ സ്റ്റോറി എന്ന് പറയുന്നത് അവരുടെ മാരേജ്, മദർഹുഡ്, ഫാമിലി ലൈഫ്, ഇതിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഓക്കെ, അവൾ മാരേജ് ചെയ്യുന്നത്, അവളുടെ ഹസ്ബൻഡിൻ്റെ പേര് പ്രഭാകറാണ്. ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. 18ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. സോ ഷീ ഹാഡ് ലിറ്റിൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് മാരേജ് ട്രൂലി മീൻഡ്. ഓക്കെ, അവൾക്ക് അറിയാം എന്തൊക്കെ അവളുടെ ആൻറ്റികളും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവളുടെ ഫാമിലി ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദേ കൺസിഡർ ദ സ്കിൽസ് ഓഫ് മാരേജ്. ഓക്കെ, എന്തൊക്കെയായിരിക്കാം അത്? കുക്കിങ്, ക്ലീനിങ്, ലൈക്ക് എക്സെട്ര. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെ ഇവളെ പഠിപ്പിച്ച് വിട്ടിട്ടാണ് ഇവളെ കെട്ടിച്ചയച്ചത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഷെയർഡ് എ റൂം വിത്ത് പ്രഭാകർ ഓൺ ദെയർ വെഡ്ഡിങ് നൈറ്റ്. അവൾക്ക് ഭയങ്കര അൺഫെമിലിയർ ആയിട്ട്, സ്ട്രെയിഞ്ച് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണ്, ഫീൽ ചെയ്യാണ്. സോ അവളുടെ ആൻറ്റികൾ അവൾ അഡ്വൈസ് ചെയ്യുന്നത് ടു അക്സെപ്റ്റ് ഹെർ ഹസ്ബൻഡ്സ് ആക്ഷൻസ് വിത്തൗട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരിക്കലും ഹസ്ബൻഡ് എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതിനെ ഒന്നും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യരുത്. സോ അവൾ ഇങ്ങനെ സ്ലോലി അഡ്ജസ്റ്റഡ് ആയി ആ ലൈഫുമായിട്ട് അവളിങ്ങനെ സ്ലോലി ഇവഞ്ച്വലി കംഫർട്ടായിട്ട് അവൻ്റെ കൂടെ ഭയങ്കര അടുത്തായി, ക്ലോസ്നെസ് വിത്ത് ഹിം. ഓക്കെ, സോ ഏകദേശം ആഫ്റ്റർ 40 years ഓഫ് മാരേജ് ഭയങ്കര കാമായിട്ട്, ഫ്രണ്ട്ലി ലവ് ആയിട്ട് നിൽക്കുകയാണ്. നല്ല സ്നേഹത്തിൽ, നല്ല പരസ്പരം മനസ്സിലാക്കുന്ന ഹസ്ബൻഡ് എന്ന വൈഫായിട്ട് മാറുകയാണ്. അത് മാത്രമല്ല, പ്രഭാകർ ഈ ജാനകിനെ ക്ലീനിങ്ങിലും കുക്കിങ്ങിനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹസ്ബൻഡായിരുന്നു. ഓക്കെ, സോ അവൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, അതായത് വിത്തൗട്ട് പ്രഭാകർ തനിക്കൊരു ലൈഫ് ഇല്ല എന്നുള്ളത് തന്നെ അവൾ ചിന്തിക്കാൻ തുടങ്ങി. ഒരിക്കലും അവന് ഇല്ലാതെ, അതായത് ഈ പറയുന്ന ജാനകി ഭയങ്കര ഈ പാർട്ണർഷിപ്പിൽ ഭയങ്കര ചെറിഷ്ടായിരുന്നു, ഭയങ്കര സന്തോഷവതി ആയിരുന്നു. നല്ലൊരു റിമൈനിങ്, ഒരു ലവിങ്, അണ്ടർസ്റ്റാൻഡിങ് ഹസ്ബൻഡ് ആയതുകൊണ്ട് തന്നെ ആൻഡ് ഫീലിംഗ് ഷീ കുഡൻറ്റ് ഇമാജിൻ ലൈഫ് വിത്തൗട്ട് ഹിം. ഓക്കെ, സോ ഓക്കെ, അത് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് അവൾക്ക് ഒരു സണ്ണുണ്ട്. ആ സണ്ണിൻ്റെ പേര് സിദ്ധാർത്ഥാണ്. അവന് വിവാഹം കഴിക്കുന്നത് ജയയാണ്. അവർക്ക് പിന്നെ ഒരു ഗ്രാൻഡ് ചൈൽഡ് ഉണ്ടാകുന്നുണ്ട്, പേര് സാജി. ഓക്കെ, സോ ഈ ഒരു ഭാഗം എന്നല്ല, ഏതൊരു ഭാഗം വരുമ്പോഴും നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ്, കോഡ്സൊക്കെ എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. സോ ഇവളുടെ ജാനകിയുടെ കാര്യം പറയുമ്പോൾ ഫുൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. സോ സൈമൺ ഡി ബിയോവിയറിൻ്റെ ഒരു കോട്ട് പറയുന്നുണ്ട്, മാരേജ് ഈസ് ദ ഡെസ്റ്റിനി ട്രഡീഷണലി ഓഫേർഡ് ടു വിമൻ ബൈ സൊസൈറ്റി. മാരേജ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സൊസൈറ്റി കൊടുത്തിട്ടുള്ള ഒരു ട്രഡീഷണൽ ഡെസ്റ്റിനി ആണ് എന്നുള്ളതാണ്. സോ അതൊക്കെ നമുക്ക് ഈ ഭാഗത്ത് എഴുതി ചേർക്കാം. പിന്നെ പറയുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്കൊരു ഗ്രാൻഡ് ചൈൽഡ് ഉണ്ട്, സജി. ഓക്കെ, സോ ഇവൻ്റെ ഒരു ബർത്ത് സമയത്ത് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാനകിയും പ്രഭാകരും അവരുടെ കൂടെ ചെന്ന് താമസിക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുമാത്രമല്ല, സിദ്ധാർത്ഥ് തൻ്റെ മകന് തൻ്റെ ജയയുടെ അമ്മ, അതായത് തൻ്റെ വൈഫിൻ്റെ
അമ്മയുമായിട്ട് തൻ്റെ സ്വന്തം അമ്മയെ കമ്പയർ ചെയ്യുകയും അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന വാക്ക് തർക്കങ്ങളൊന്നും കേട്ട് നിൽക്കാൻ സഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു ജാനകിയുടെ ഹസ്ബൻഡായിട്ടുള്ള പ്രഭാകർ. അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട്, നീ നിൻ്റെ എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തോ, നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഓക്കെ, അതായത് അവർക്ക് ഈ സിദ്ധാർത്ഥിൻ്റെ ക്രിറ്റിസിസം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തേക്കായിരുന്നു. പക്ഷേ നമ്മുടെ ജാനകി എന്ന് പറയുന്നത് അവനക്ക് ക്ഷമ കൊടുക്കുന്നുണ്ട്. തൻ്റെ മകൻ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളായിട്ടാണ് അവൻ്റെ ഈ ഒരു ബിഹേവിയറിൽ ഒരു എഫക്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ അവൻ്റെ അത് മാത്രമല്ല, വർക്ക് പ്രഷറും കാര്യങ്ങളും എല്ലാം കൂടിയാണ്. അവൻ എന്തായാലും ഒരിക്കലും ഒരു ബാഡ് സൺ അല്ല. ഓക്കെ, സോ അത് മാത്രമല്ല, ഈ ഫൈറ്റിന് ശേഷം സിദ്ധാർത്ഥ് ഹാഡ് ഗോൺ ഓൺ ഹിസ് നീസ് ആൻഡ് എന്താ പറയുക എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ജാനകി പറയുന്നത്, ഹി ഈസ് നോട്ട് എ ബാഡ് സൺ. ഐ നോ ഹി ഈസ് ടെൻസ് അബൌട്ട് ദ ബേബി ബീങ് ബോൺ ഇൽ. ഐ നോ ദാറ്റ് ഹിസ് വർക്ക് പ്രഷർ ഈസ് ഹൈ. ഇറ്റ് ഈസ് ദ സ്ട്രെസ് ദാറ്റ്സ് മേക്കിംഗ് ഹിം നാസ്റ്റി. ഹി ഈസ് നോട്ട് എ ബാഡ് സൺ. ഐ നോ ദാറ്റ്. സോ ഇതാണ് അവൾ പറയുന്നത്, ജാനകി പറയുന്നത്. സോ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പ്രഷർ, എന്തിനുള്ള പ്രഷർ? ഒരു പെർഫെക്റ്റ് വൈഫാകുക, പെർഫെക്റ്റ് മദറാകുക, വർക്ക് ഹോമിലിങ്ങനെ വർക്ക് ചെയ്യാം. ഈ ഒരു പ്രഷറിൽ ജീവിക്കുന്നൊരു ആളാണ് ജാനകി. പക്ഷെ എന്നിരുന്നാലും ഈ ജാനകിയുടെ സ്റ്റോറി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ ഡീപ്പ് ലവ്, മകനോടുള്ള സ്നേഹം, ഹസ്ബൻഡിനോടുള്ള സ്നേഹം, അവരുടെ ഒരു പേഷ്യൻസ്, ക്ഷമ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഷീ ഷെയർഡ് വിത്ത് ഹെർ ഫാമിലി ഈവൻ ഇൻ ദ ഫേസ് ഓഫ് കോൺഫ്ലിക്ട്സ് ആൻഡ് ചാലഞ്ചസ്. സോ പിന്നെ നിങ്ങൾക്കറിയാമോ, ജാനകി എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആണ്, ഒരു മിഡിൽ അപ്പർ ക്ലാസ് ഫാമിലിയിൽ പെടുന്നൊരു സ്ത്രീയാണ്, മാരീഡ് വുമൺ ആണ്, ഹൗസ് വൈഫാണ്. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ അവളുടെ ലൈഫ് അവൾക്ക് തന്നെ ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഹോം, ചിൽഡ്രൻ, ഈ കാര്യങ്ങൾ മാത്രമായിട്ട്. സോ അതിൽ നിന്നൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ ഈ യാത്ര എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്യാരക്ടറാണ് ഷീല വാസുദേവൻ. അവൾ 14 വയസ്സുള്ള ഒരു സ്റ്റുഡൻ്റാണ്. അവളുടെ ഗ്രാൻഡ് മദറിന് 69 വയസ്സുണ്ട്. ഷീ പ്രസൻറ്റഡ് ആസ് എ സ്ട്രോങ് വുമൺ. ഓക്കെ, അതായത് അവളുടെ ഗ്രാൻഡ് മദർ ഇതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് നല്ല സ്ട്രോങ് വുമൺ ആയിട്ടാണ്. വുഡ് നോട്ട് ലിസൺ ടു എനിവൺ. ആരും കേൾക്കുന്നില്ല, തൻ്റെ ഇഷ്ടങ്ങൾ താൻ ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീ ആയിട്ട്. ഓക്കെ, സോ ദ ഓൺലി പേഴ്സൺ യു നീഡ് ടു പ്ലീസ് ഈസ് യുവർ സെൽഫ് എന്നാണ് ഗ്രാൻഡ് മദർ എല്ലായ്പ്പോഴും നമ്മുടെ ഷീലയ്ക്ക് കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്. എന്താണ്? ദ ഓൺലി പേഴ്സൺ യു നീഡ് ടു പ്ലീസ് ഈസ് യുവർ സെൽഫ്. ഓക്കെ, സോ ഈ ഇതൊരു ഭാഗം വരുന്നത് ഗോ ഗ്രാൻഡ് മദർ ഗോ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ഇതിലെ ടൈറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തന്നെ ആ ഒരു ഷീലയും അവളുടെ ഗ്രാൻഡ്മയും ഉള്ളൊരു ബോണ്ടാണ് കേട്ടോ. ഒരു കൈൻഡ് ഓഫ് റിലേഷനാണ്, ഒരു സ്നേഹമാണ്. ഈ ഒരു ഭാഗം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിംബലിസം എന്ന് പറയുന്നത്, ഇറ്റ് റിഫ്ലെക്ട്സ് യൂത്ത്ഫുൾ ഐഡിയലിസം ആൻഡ് റിബല്യൻ എഗെയിൻസ്റ്റ് ട്രഡീഷണൽ എക്സ്പെക്റ്റേഷൻസ്. ഒരു കൈൻഡ് ഓഫ് ഒരുപാട് ട്രഡീഷണൽ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റെബല്യൻ, ഒരു വിപ്ലവമായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ നമുക്ക് ഷീല വാസുദേവനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, നമ്മുടെ ഷീലയുടെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് എപ്പോഴും ഷീലയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അവൾ പറയുന്നൊരു സ്റ്റോറി ഉണ്ട്. അതായത് ഒരു ട്രാജിക് ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് അവരുടെ നെയ്ബറായിട്ടുള്ള സെലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക്. അവളുടെ ഫ്രണ്ടിൻ്റെ, അതായത് ഈ സെലീനയുടെ ഫ്രണ്ടിൻ്റെ അച്ഛൻ, സ്വന്തം ഫാദേഴ്സ് ഫ്രണ്ട് ഇവരെ എന്താ പറയുക, ഒരു റൈപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രഗ്നൻസിയിലൊക്കെ എത്തിച്ചേരുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റോറിക്ക് ഇടയ്ക്കിടയ്ക്ക് അവളിങ്ങനെ ഓർമ്മിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമ്മൾ സ്വയം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട്, ഫ്രം എനി ഹാം. ഓക്കെ, സോ അമ്മൂമ്മക്ക് അങ്ങനെ ഏജ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അവൾക്ക് മനസ്സിലായി നമ്മുടെ ഈ ഗ്രാൻഡ് മദറിന് വോംബിൽ ക്യാൻസർ ആണ് എന്നുള്ളത്. സോ ഷീ ഹാൻഡിൽഡ് ഹെർ ഇൽനെസ് വിത്ത് ഡിഗ്നിറ്റി. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഗ്രാൻഡ് മദർ എന്താണെന്ന് പറയുക, നല്ല ഡിഗ്നിറ്റിയോടെ രോഗമൊക്കെ വന്ന സമയത്ത് എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് നല്ല കുളിച്ച് ഫ്രഷ് ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ട്, എന്തിനും അവളുടെ ഫേവറേറ്റ് ജ്വല്ലറിയൊക്കെ ധരിച്ചിട്ടാണ് അവൾ ഉറങ്ങാറുള്ളത്. എന്നിട്ട് അവർ പറയും, ഇഫ് ഷീ വേർ ടു ഡൈ ഇൻ ഹെർ സ്ലീപ്പ് ഷീ വുഡ് ലൈക്ക് ഹെർ ബെസ്റ്റ്. അവളുടെ ഉറക്കത്തിൽ, അതായത് അസുഖമാണല്ലോ, ക്യാൻസർ ആണല്ലോ, അവളുടെ അസുഖത്തിൽ അവൾ ഉറങ്ങുന്ന സമയത്ത് അവൾ മരണപ്പെടുകയാണെങ്കിലും അവളുടെ ലുക്ക് എന്തായിരിക്കണം, ബെസ്റ്റ് ആയിരിക്കണം എന്നാണ് ഗ്രാൻഡ് മദർ എപ്പോഴും നമ്മുടെ ഷീലനോട് പറയാറുള്ളത്. അതുമാത്രമല്ല, ഷീ ഓഫൺ അഡ്വൈസ്ഡ് ഷീല ദാറ്റ് ദ ഓൺലി പേഴ്സൺ, യെസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ്, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ,
സോ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടറായിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ ഷീലയുടെ ഗ്രാൻഡ് മദർ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗ്രാൻഡ് മദർ മരണപ്പെടുന്നുണ്ട്. ഇവിടെ കോമഡി എന്തെന്ന് വെച്ചാൽ ഗ്രാൻഡ് മദർ മരണപ്പെട്ട സമയത്ത് നമുക്കൊരു ട്രഡീഷണൽ വേ ഓഫ് അടക്കലുണ്ട്, ഒരു ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമ്മുടെ ഗ്രാൻഡ് മദർക്ക് എന്താ ഇഷ്ടം, നല്ല അണിഞ്ഞൊരുങ്ങി മരിക്കുന്നതാണ് അല്ലേ. സോ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഷീല എന്ത് ചെയ്തെന്ന് അറിയോ, മരിച്ചു കിടക്കുന്ന അമ്മൂമ്മക്ക് ചെന്നിട്ട് അമ്മൂമ്മയുടെ ഗ്രാൻഡ് മദറിൻ്റെ ബ്രിറ്റിൽ ഹെയറൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ സ്റ്റേറി കിടക്കുന്ന ഹെയർ ഇങ്ങനെ വാർന്നു കൊടുത്തു. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു, ഐസൊക്കെ റിമിഡ് ചെയ്തു, ഐബ്രോസൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, മനസ്സിലായോ? ചെറുതായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തു എന്നുള്ളത്. ഇതാണ് അമ്മൂമ്മയുടെ വിഷയം, അമ്മൂമ്മയുടെ ആഗ്രഹം ഇതാണ്. പക്ഷേ ഷീലയുടെ അമ്മ പെട്ടെന്ന് വന്നിത് കണ്ടപ്പോൾ ഭയങ്കര ഹൊറിഫൈഡ് ആയിട്ട് എല്ലാവരും ഷീലനെ സ്കോൾഡ് ചെയ്തു. അവളുടെ അച്ഛന് ഭയങ്കര ഡിസപ്പോയിൻ്റായി. അച്ഛന് ഇവളെ തല്ലാനൊക്കെ വരുന്നുണ്ട്, പക്ഷേ എന്തോ മരണവീടായതുകൊണ്ട് അതിൽ നിന്നൊക്കെ അവൾ രക്ഷപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഇൻ ദിസ് ചാപ്റ്റർ വി സീ ഷീലാസ് ലവ് ആൻഡ് റെസ്പെക്ട് ഫോർ ഹെർ ഗ്രാൻഡ് മദർ as well as her understanding of Ammuma's values. Through this act, Sheila honors the women her grandmother had always been a bold and proud individual who values her dignity above all else. സോ അതുപോലെ ആകാനാണ് നമ്മുടെ ഷീലയും തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറാണ് മാർഗരറ്റ്. ഈ ഒരു ഭാഗത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് മാർഗരറ്റ് എന്ന് പറയുന്നത്. ഈ മാർഗരറ്റിൻ്റെ ഹസ്ബൻഡാണ് എബൻസെഡ്, EBENEZED. ഓക്കെ, വിവാഹം കഴിക്കുന്നത് ഇവരെയാണ്. അവരെന്ന് പറയുന്നത് ഒരു സ്കൂളിലെ പ്രിൻസിപ്പളാണ്, ആ സ്കൂളിൽ തന്നെ ടീച്ചറാണ് ആരും നമ്മുടെ ഈ പറയുന്ന മാർഗരറ്റും. പക്ഷേ ഇവൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ എബൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഡൊമിനേറ്റിംഗ് ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, അതായത് അവൻ്റെ എല്ലാ കാട്ടിക്കൂട്ടിൽ നിന്നും, അവൻ്റെ എല്ലാ ആക്ഷൻ, അവൻ്റെ എല്ലാ സംസാരത്തിൽ നിന്നും ഇത് മനസ്സിലാകും. അതുമാത്രമല്ല ഇവൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ വെച്ചാൽ, അവർക്കുണ്ടായ ആദ്യത്തെ കുഞ്ഞിനെ നിർബന്ധിപ്പിച്ച് അബോർട്ട് ചെയ്യിപ്പിച്ചു, അത് ഒഴിവാക്കി. അത് മാത്രമല്ല ഇവൾക്ക് ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഡിസ്കണ്ടിന്യൂ ചെയ്യിപ്പിച്ചു. ആൻഡ് ഇവളുണ്ടാക്കുന്ന ഫുഡുകൾ അതൊക്കെ, അവളുടെ ഹെയർ ഡ്രസ്സിങ്, അവളുടെ ഡ്രസ്സിങ്, അവൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഈ പറയുന്ന മാർഗരറ്റാണ്. അതായത് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ ആർക്കും അവകാശമില്ല, ഈ പറയുന്ന മാർഗരറ്റിന് അവകാശമില്ല. ഹീ ഈസ് എ ഹിപ്പോക്രിറ്റിക്. ഓക്കെ, സോ ഇതിൽ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഓയിൽ ഓഫ് വിട്രോയിൽ എന്നാണ് അല്ലേ, VITRIOL. സോ എന്തായിരിക്കും ഇതിൽ പറയുന്നത്? ഷി ഫൈൻഡ്സ് ഹെർ ഓൺ ക്രിയേറ്റീവ് വേ ഓഫ് ഡീലിംഗ് വിത്ത് ദ സിറ്റുവേഷൻ ദാറ്റ് ഷി പാർട്സ് ഓഫ്. അവൾ അനുഭവിക്കുന്ന അവളുടെ വേദനകൾ, അവളുടെ സങ്കടങ്ങൾ, അല്ലെങ്കിൽ അവൾ ഇൻക്ലൂഡ് ചെയ്യുന്ന അവളുടെ ഹസ്ബൻഡ് അടങ്ങുന്ന ഈ ഒരു ഫാമിലി, ഇതിനൊക്കെ അവളൊരു ക്രിയേറ്റീവ് വേയിൽ അവൾ ചിന്തിക്കാൻ തുടങ്ങി, ഡീൽ ചെയ്യാൻ തുടങ്ങി. സോ അവളൊരു പറയുന്നത് ഒരു കെമിസ്ട്രി ടീച്ചറാണ്, MSc കെമിസ്ട്രിയൊക്കെ ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ട് പാസ്സായതാണ്. അവൾക്ക് ഹയർ സ്റ്റഡീസിന് PhD കാര്യങ്ങളോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ ഹസ്ബൻഡ് അവളെ BEd ചെയ്യാൻ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് BEd എടുപ്പിക്കുന്നുണ്ട്. അവളുടെ ഹസ്ബൻഡ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെ നിനക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാമല്ലോ. അതുപോലെ തന്നെ അവൾ അവിടെ കെമിസ്ട്രി ടീച്ചറിലെ ഹെഡായിട്ട് HOD ആയിട്ട് ചാർജ് ചെയ്യിക്കുന്നുണ്ട്. Then, being a chemistry teacher, she uses imagination and use the names of chemicals to represent the people. ഒരുപാട് ആളുകളുണ്ടല്ലോ അവളുടെ ചുറ്റും. അങ്ങനെ ഓരോ ആളുകളെയും റെപ്രസെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവൾ ഓരോ കെമിക്കൽ നെയിംസ് അവർക്ക് കൊടുക്കുകയാണ്. അവളുടെ സ്വന്തം ഹസ്ബൻഡായിട്ടുള്ള എബൻസർ എന്താണെന്നറിയോ, സൾഫ്യൂരിക് ആസിഡാണ്. ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രത്യേകത, ഇറ്റ് ക്യാൻ ഡീഹൈഡ്രേറ്റ് ദ എലമെൻറ്റ്സ് ഓഫ് വാട്ടർ ഫ്രം എ സർഫേസ്. അതായത് ഒരു സർഫേസിൽ നിന്നും അതിൻ്റെ വാട്ടറിൻ്റെ എലമെൻറ്റ്സിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൊല്ലാൻ ആർക്ക് പറ്റും? സൾഫ്യൂരിക് ആസിഡിന് പറ്റും. സോ ഇതത് മാത്രമല്ല, ഈ നാച്ചുറൽ ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു സംഭവം കൂടിയുമാണ് സൾഫ്യൂരിക് ആസിഡ്. സോ എന്തുകൊണ്ടായിരിക്കും എബൻസറിനെയും സൾഫ്യൂരിക് ആസിഡിനെയും അവർ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഈ സർഫേസ് എന്ന് പറയുന്നത് ഒരുപാട് വാട്ടർ എലമെൻറ്റ്സ് ഉള്ളൊരു വ്യക്തിയായിരുന്നു നമ്മുടെ മാർഗരറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ എബൻസർ തൻ്റെ ലൈഫിലോട്ട് വന്നതോട് കൂടിയിട്ട് തൻ്റെ ഉള്ളിലുള്ള ആ പറയുന്ന വാട്ടറിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ പോയിട്ട് എന്തായിട്ട് മാറുകയാണ്? തനിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് മാറുകയാണ്, ഡിസ്ട്രാക്ഷൻ തനിക്ക് സംഭവിക്കുകയാണ്. ഓക്കെ, ഈ പറയുന്ന ഇവളുടെ ഹസ്ബൻഡ് ഇവളുടെ ഒരു സെൽഫ് എസ്റ്റീം ഒക്കെ നശിപ്പിച്ച് കളിയാണ് അല്ലേ, ഡ്രെയിനിങ് ചെയ്യിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ ഇനീഷ്യലി അവൾ എന്തായിരുന്നു, ഷി വാസ് ദ നോർമൽ വാട്ടർ, എന്തിട്ടാലും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു. പക്ഷെ അത് പിന്നീട് ലേറ്റർ ഇൻ ഹെർ ലൈഫ് ഷി ബിക്കംസ് ദ അക്വ റെജിയ, AQUAREGIA, അക്വ റെജിയ. സോ ഇതെന്ന് പറയുന്നത് ഹൈലി അസിഡിക് ഇൻ നാച്ചറാണ്.
സോ ഷീ ബിക്കംസ് ദാറ്റ് പവർഫുൾ എന്നാണ് പറയുന്നത്. സോ ദിസ് യൂസ്ഡ് ഫോർ മെറ്റഫർ ദാറ്റ് ഇൻ ഹെർ ലൈഫ് ബൈ ഗെറ്റിംഗ് ഹിം ഫാറ്റ് ആൻഡ് ടേക്കിംഗ് ഹിം ഇൻ ഔട്ട് ഓഫ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇവൾ ചെയ്ത പണി എന്താണെന്ന് അറിയോ? ഇവളുടെ ഹസ്ബൻഡ് ഇവളിങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. കുഞ്ഞിനെ അബോർഷൻ ചെയ്യിപ്പിച്ചു, അവളെ ഹയർ സ്റ്റഡീസിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യിപ്പിച്ചു, എല്ലാ കാര്യങ്ങൾക്കും അവനക്ക് ഓരോ നിയമങ്ങളുണ്ടായിരുന്നു. ലൈക്ക് പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ എബെ അവരുടെ ഹോമിനെ ഒരു ഹോട്ടൽ പോലെയാണ് ട്രീറ്റ് ചെയ്യിപ്പിച്ചത്. അതായത് എല്ലാം സ്മൂത്തായിട്ട് ഇങ്ങനെ നടക്കണം, അവന് വിചാരിക്കുന്ന സമയം അവൻ്റെ കൈക്കിൽ കിട്ടണം. ലൈക്ക് ഫുഡ് ഓൺ ദ ടാപ്പിൽ, ക്ലീൻ ക്ലോത്ത്സ്, സ്പോട്ട്ലെസ് ബാത്റൂംസ്, ദർ വാസ് ഓൾ. ഇതൊക്കെ എന്താണ്? മാർഗരറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ഇങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന തൻ്റെ ഹസ്ബൻഡിന് അവിടെ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എല്ലാ ദിവസവും നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, എന്തായാലും ഹോട്ടൽ പോലെയാണല്ലോ. അങ്ങനെ ഈ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ എബെനസർ ഭയങ്കര ഫാറ്റായിട്ട് തടിച്ച് കൊഴുപ്പൊക്കെ വന്നിട്ട് ഫുൾ സമയം ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങാൻ പോവുക. അത് തന്നെയായി മൂപ്പര പണി. ആൻഡ് ഷീ ഫീൽസ് ദാറ്റ് ഈസ് ഹെർ വേ ഓഫ് ടേക്കിംഗ് റിവെഞ്ച് ഓൺ എബെനസർ. ഇത് സത്യം പറഞ്ഞാൽ എബെനസറിന് വേറെ രീതിയിൽ അവൾക്ക് പ്രതികാരം ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ എബെനസറിൻ്റെ അഭിപ്രായത്തിൽ ഇതെന്താണ്? സ്നേഹമാണ്. പക്ഷെ അവൾ ഇതിനെ കണ്ടത് ഒരു റിവെഞ്ച് ആയിട്ടാണ്, ഒരു പ്രതികാരമായിട്ടാണ്. ഓക്കെ, അങ്ങനെ എബയുടെ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര മോശമായി, ഡിക്ലൈൻഡായി. സോ അതുകൊണ്ട് തന്നെ അവന് എപ്പോഴും ആരായിട്ട് ഡിപ്പെൻഡായി? മാർഗരറ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത്. അതായത് ഇതിനുള്ളതിനേക്കാൾ മുമ്പ് എങ്ങനെ ആയിരുന്നു അവർ ആ സമയത്ത് പോലെ ആയി. സോ അറൗണ്ട് ദിസ് ടൈം മാർഗരറ്റ് പ്രഗ്നൻ്റ് ആവാണ്. അങ്ങനെ ഒരു ബേബി ഗേളിന് ബർത്ത് കൊടുക്കുന്നുണ്ട്, ജന്മം കൊടുക്കുന്നുണ്ട്. ഇനി നോക്കാനുള്ളത് നെക്സ്റ്റ് ക്യാരക്ടറാണ് പ്രഭാദേവി. ഈ ലേഡീസ് ഗ്രൂപ്പിൽ ഒരുപാട് സ്ത്രീകളുണ്ടല്ലേ, അവരൊക്കെ എത്രയോ മേലെയാണ്, അതായത് അപ്പർ ക്ലാസ്സിൽ പെടുന്നൊരു സ്ത്രീയാണ് പ്രഭാദേവി. അവൾ വിവാഹം കഴിക്കുന്നത് ഒരു ഡയമണ്ട് മെർച്ചൻറ്റിനെയാണ്. ഷീ ഹാസ് 2 ചിൽഡ്രൻ, നിത്യ ആൻഡ് വിക്രം. ഓക്കെ, പ്രഭാദേവിയുടെ സ്റ്റോറി തുടങ്ങുന്നത് തന്നെ അവൾ ജനിച്ച സമയത്ത് അവളെ ഫാദർ പെൺകുട്ടി ആയതുകൊണ്ട് ഡിസപ്പോയിൻമെൻറ്റ് ആകുന്നത് മുതലാണ്. കാരണം അവന് പ്രതീക്ഷിച്ചത് ഒരു ബോയെ ആയിരുന്നു, പക്ഷെ കിട്ടിയത് ഗേളായിപ്പോയി. സോ ഇയാളെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റേറ്റീവ് മാൻ ആയിരുന്നു. ഹി റാൻ എ സക്സസ്ഫുൾ ജ്വല്ലറി സ്റ്റോർ. ഓക്കെ, സോ അത് മാത്രമല്ല ഇവർക്ക് കുറച്ച് ഹൗസ് ഹോൾഡിന് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവൻ്റെ ഡിസിഷൻസിനനുസരിച്ചാണ് അവർ ഓരോരുത്തരും മൂവ് ചെയ്യുക. ഈ പ്രഭാദേവി എന്ന് പറയുന്നത് ഇവർക്ക് 1 of 5 ചിൽഡ്രൻ വിത്ത് 4 ബ്രദേഴ്സ്. അതായത് 5 മക്കളുണ്ട്, അതിൽ 4 ആൺകുട്ടികളും 1 പെൺകുട്ടിയാണ്. ഭയങ്കര ലക്ഷറി ലൈഫായിരുന്നു. അതായത് എക്സ്പെൻസീവ് ഡോൾസ്, അതൊന്നും സിംഗപ്പൂരിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന എക്സ്പെൻസീവ് ഡോൾസൊക്കെ ആയിരുന്നു ഇവർക്ക് കളിക്കാനൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഗവേൺഡ് ബൈ റൂൾസ്. ആൻഡ് എവറി ആക്ഷൻസ് റിക്വയർഡ് ഹെർ ഫാദേഴ്സ് പെർമിഷൻ. അവളുടെ അച്ഛൻ്റെ പെർമിഷൻ ഇല്ലാതെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അറ്റ് ദ ഏജ് ഓഫ് 18 അവളുടെ ലൈഫിൽ ഒരു ടേൺ സംഭവിക്കുകയാണ്. ഷീ മാരീഡ് ജഗദീഷ്. അവളുടെ ഹസ്ബൻഡാണ് ജഗദീഷ്, ദ ഓൺലി സൺ ഓഫ് വെൽത്തി ഡയമണ്ട് മെർച്ചൻറ്റ്. അവളുടെ ഫാദർ എന്താ പറയുക ഭയങ്കര സെലിബ്രേറ്റ് ചെയ്തു. അവളുടെ അമ്മ എന്തായി ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയി. കാരണം ഇവൾ പ്രഭ പോവുകയാണല്ലോ. പക്ഷെ അച്ഛന് ഭയങ്കര ഒരു ബിസിനസ്സൊക്കെ നടന്ന പോലെ ആയിരുന്നു, സന്തോഷമായിരുന്നു. വിത്ത് പ്രഭ ഗോൺ ദർ വുഡ് ബി ലിറ്റിൽ ലെഫ്റ്റ് ഫോർ ഹെർ മദർ ടു ഡു. മദറിന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പറയുന്നത്. അപ്പോൾ എൻറ്ററിങ് ഹെർ ന്യൂ ഹോം, ജഗദീഷിൻ്റെ മദർ എന്താ പറയുക ഒരു ഫാമിലി സിൽവർ കീ റിംഗ് ഒക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട്, മാർക്കിംഗ് ഹെർ റോൾ ആസ് ദ ന്യൂ മാട്രിയാർക്ക്. ഓക്കെ, അത് കാണിക്കുന്നത് സ്നേഹമല്ല, പകരം ഒരു ന്യൂ മാട്രിയാർക്കിൻ്റെ റോൾ അവൾക്ക് കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു മാസത്തിന് ശേഷം ജഗദീഷ് അവളെയും കൊണ്ടിട്ട് ന്യൂയോർക്കിലോട്ട് ബിസിനസ് ട്രിപ്പ് പോകുന്നുണ്ട്. അത് എന്താ പറയുക ഫുൾ ഓഫ് പ്രോമിസുകളായിരുന്നു. ഒരു ബോംബെ എയർപോർട്ടിലെത്തി ഷീ അൺഎക്സ്പെക്ട്ലി റാൻ ഇൻ ടു ഹെർ ഓൾഡ് സ്കൂൾ ഫ്രണ്ട് ഷർമില. ബോംബെ എയർപോർട്ടിലെത്തിയപ്പോൾ അവളുടെ ഒരു സ്കൂൾ ഫ്രണ്ടുണ്ട് ഷർമില. അവളെ കണ്ടപ്പോൾ ഇവൾ പെട്ടെന്ന് ഓടിപ്പോയി. ഫ്രണ്ട്സിനെ കണ്ടാൽ വൺസ് ആൻ അംബീഷ്യസ് സ്റ്റുഡിയോസ് ഗേൾ, ഷർമില ഹാഡ് സെറ്റിൽഡ് ഇൻ ടു എ ലൈഫ് ഓഫ് എന്താ പറയുക ഒരു ഡൊമസ്റ്റിസിറ്റി. ഷർമിലിൻ്റെ ലൈഫ് എങ്ങനെയെന്ന് വെച്ചാൽ ആഫ്റ്റർ മാരേജ് ഇവൾ ബിഫോർ മാരേജ് ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. പക്ഷേ വിവാഹത്തിന് ശേഷം അവൾ അതിലിങ്ങോട്ട് ഒതുങ്ങിക്കൂടി. അവളെന്ന് പറഞ്ഞപ്പോൾ ഒരു ഹൗസ് വൈഫാണ്. അവൾ ഭയങ്കര കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചൈൽഡ് കെയർ ഒക്കെ നോക്കിയിട്ട് അവളുടെ ഡ്രീംസൊക്കെ അവൾ ഒഴിവാക്കിയിട്ട് നിൽക്കുകയാണ്. സോ ദ എൻകൗണ്ടർ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഒരു റെസ്റ്റ്ലെസ്നെസ് ആയിരുന്നു. ഒരു പ്രഭയുടെ മൈൻഡിൽ അയ്യോ ഇങ്ങനെ ആയല്ലോ, എന്തൊരു നല്ലൊരു അടിപൊളി കുട്ടിയായിരുന്നു, ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു, വിവാഹത്തിന് ശേഷം അവൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ബേർഡ് അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്നെസ് ആയിരുന്നു അവളുടെ മൈൻഡ് മൊത്തം ഉണ്ടായിരുന്നത്.
ആൻഡ് ഷീ ബിക്കംസ് എ ഹൗസ് വൈഫ് ജഗദീഷ് വാണ്ടഡ് ഹെർ ടു ബി. അവൾ എങ്ങനെ ആയിരിക്കണം അതുപോലെ അവൾ ഹസ്ബൻഡിന് ഇഷ്ടം പോലെ അവൾ ആയിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും അവൾ അവളുടെ പേഴ്സണൽ ഡ്രീമിനും കുറച്ച് സമയമൊക്കെ കണ്ടെത്തിയിരുന്നു. ഷീ എന്താ പറയുക, ടു ലേൺ സ്വിമ്മിങ്, നീന്താൻ അവൾ പഠിച്ചു. ഷീ ബോട്ട് എ സ്വിം സ്യൂട്ട് ബട്ട് വാസ് റിജക്റ്റഡ് ഫ്രം ലെസൺ ബിക്കോസ് ഓഫ് ഹെർ ഏജ്. അവൾ സ്വിം സ്യൂട്ടൊക്കെ വാങ്ങുന്നുണ്ട്, പക്ഷെ എന്തൊക്കെയോ അവളുടെ ഏജ് കാരണം റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അവൾ മാറ്റി വെച്ചിട്ട് ഷീ ഡിസൈഡ് ടു ടീച്ച് ഹെർ സെൽഫ്. അവൾ സ്വയം നീന്താൻ പഠിക്കാൻ തുടങ്ങിയിട്ട് ആൻഡ് ഷീ ഒബ്സർവ് സ്മോൾ ചിൽഡ്രൻ അറ്റ് ദ പൂളിലുള്ള ചെറിയ കുട്ടികളൊക്കെ അവളിങ്ങനെ ഒബ്സർവ് ചെയ്തു. അവരുടെ മൂവ്മെൻറ്റ്സിനെ ഇവൾ മിമിക്ക് ചെയ്തു. അങ്ങനെ ഫൈനലി അവൾ എന്ത് ചെയ്യുകയാണ്, അവൾ ഒരുപാട് എഫേർട്ട്, അത് മാത്രമല്ല അവളെ കോച്ച് മോക്ക് ചെയ്തു, കളിയാക്കി. ഇതിനൊക്കെ ശേഷം അവൾ എന്ത് ചെയ്യുകയാണ്, യെസ് ഷീ ഇവഞ്ച്വലി പ്രഭ ലേൺ ടു സ്വിം ഓൺ ഹെർ ഓൺ. ഓക്കെ, ഇവിടെ കാണിക്കുന്നത് അവളുടെ ഒരു കൈൻഡ് ഓഫ് ഡിറ്റർമിനേഷനാണ്, അവളുടെ ഉറച്ച തീരുമാനമാണ്. ഇനീഷ്യൽ കേസിൽ സ്വിമ്മിങ് എന്താ പറയുന്നത്, ഷീ ഹാഡ് ടു അണ്ടർഗോ എ ലോട്ട് ഓഫ് ഹ്യൂമിലിയേഷൻ, പക്ഷെ ദെൻ ഷീ ലേറ്റർ അക്യൂർ ദാറ്റ് സ്കിൽ. ഓക്കെ, സോ പ്രഭാദേവി ത്രൂ ദ പ്രോസസ് ഓഫ് സ്വിമ്മിങ് അവൾ ഇവിടെ അച്ചീവ് ചെയ്യുന്നത് ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ഷീ ലേൺസ് ഹൗ ടു സ്റ്റേ അഫ്ലോട്ട്, ഹൗ ടു സ്റ്റേ ബാലൻസ്ഡ് ബോത്ത് ഇൻ ലൈഫ് ആൻഡ് വാട്ടർ. ഈ ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു, അഫ്ലോട്ട് ആണ്. അർത്ഥം എന്താണ് വരുന്നത്, പൊങ്ങിക്കിടക്കുക. സോ അവൾ ഇതോട് കൂടിയിട്ട് ഈ സ്വിമ്മിങ് പഠിച്ചതോട് കൂടിയിട്ട് അവൾ പഠിക്കുന്നത് നമുക്ക് എങ്ങനെ ലൈഫിലും വെള്ളത്തിലും ഒരുപോലെ ബാലൻസ് ചെയ്തിട്ട് നിൽക്കാം എന്നുള്ളതാണ്. ഹൗ ടു സ്റ്റേ ബാലൻസ്ഡ് ബോത്ത് ഇൻ ലൈഫ് ആൻഡ് വാട്ടർ. സോ ദ വാട്ടർ ബിക്കംസ് ഹെർ, എന്താ പറയുക, സിംബലൈസിങ് ഹെർ ഇൻഡിപെൻഡൻസ് ആൻഡ് റെസിലിയൻസ്. ഈ ഒരു ജേണിയിൽ പ്രഭാദേവി അവളുടെ ഒരു റീഡിസ്കവേർഡ് ഹെർ സെൽഫ്, proving that it's never too late to embrace change and chase one's dreams. സോ ഇതൊരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് പ്രഭാദേവിയുടേത്. ഇനി നെക്സ്റ്റ് ക്യാരക്ടർ വരുന്നത് 31 വയസ്സായിട്ടുള്ള മരിക്കൊളന്തിൻ്റെ സ്റ്റോറിയാണ്. അവളുടെ അച്ഛന് ഒരു ഫാർമറും അവളുടെ അമ്മ എന്താ പറയുക, ഒരു വില്ലേജിൽ, അതായത് കഞ്ചിപുരം വില്ലേജിലെ സെർവൻ്റ് ആയിരുന്നു കേട്ടോ. അതായത് കഞ്ചിപുരം വില്ലേജിലെ ഒരു ഫാമിലി ഉണ്ട്, വെൽത്തി ചെട്ടിയാർ ഹൗസ് ഹോൾഡിൽ ഉള്ളൊരു സെർവൻ്റ് ആയിരുന്നു, കുക്കായിരുന്നു. മരിക്കുളന്ത് നമ്മൾ പറഞ്ഞു വയസ്സിൽ ഒരു സിംഗിൾ മദറാണ്. അവൾ ഒരു മിഷൻ ഹോസ്പിറ്റലിൽ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലൈഫ് മൊത്തം ഭയങ്കര ഹാർഡ്ഷിപ്പായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ലൈഫ് തന്നെ മാറുന്നത് അവളുടെ അമ്മ അവളെയും ജോലിക്ക് പറഞ്ഞേക്കാൻ തുടങ്ങി. അതായത് ഈ പറയുന്ന ചെട്ടിയാർ ഫാമിലിയിലോട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവൻ്റായിട്ട്. സോ അമംഗ് ദ ചെട്ടിയാർ ഫാമിലി മരിക്കൊളന്ത് ഒരു സുജാത അക്കയെ മീറ്റ് ചെയ്യുന്നുണ്ട്. സുജാത അക്ക എന്ന് പറയുന്നത് ദ വൈഫ് ഓഫ് സിദ്ധാർ അണ്ണ. സിദ്ധാർ അണ്ണ എന്ന് പറയുന്നത് ചെട്ടിയാർ ഫാമിലിയിലെ ഒരു മകനാണ് കേട്ടോ. സോ സുജാത എന്ന് പറയുന്നത് ഇവളോട് നല്ല കൈൻഡ് ആയിരുന്നു, കെയറിങ് ആയിരുന്നു. ഇവർ രണ്ടുപേരും പരസ്പരം ഹൗസ് ഹോൾഡൊക്കെ ചെയ്തിരുന്നത് ഒരുമിച്ച് സംസാരിച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. സോ അവൾ ട്രീറ്റ് ചെയ്തത് മരിക്കൊളന്തിനെ ലൈക്ക് ഫാമിലിയെ പോലെയാണ് ആര്, സുജാതാക്ക. അത് മാത്രമല്ല ബാംഗിൾസൊക്കെ ഗിഫ്റ്റ് ചെയ്തും അതുപോലെ തന്നെ ഫെസ്റ്റിവൽസ് ഉണ്ടെങ്കിൽ ക്ലോത്ത്സ് ഒക്കെ കൊടുക്കും. നല്ലൊരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ ആയിരുന്നു. ലേറ്റർ സുജാത അറേഞ്ച്ഡ് ഫോർ മരിക്കൊളന്ത് ടു വർക്ക് ഇൻ വെല്ലൂർ ഫോർ 2 വിമൻ ഡോക്ടേഴ്സ്. അതായത് ലേറ്റർ നമ്മുടെ സുജാതയാണ് ഈ പറയുന്ന മരിക്കൊളന്തിന് 2 സ്ത്രീ ഡോക്ടേഴ്സിൻ്റെ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അവരുടെ പേര് പറയുന്നത് മിസ്സി വി, മിസ്സി കെ എന്നാണ്. സോ അവിടെ ഏകദേശം 3 വർഷത്തോളം നല്ല ഹാപ്പി ആയിട്ട് അവൾ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവരുടെ ഡോക്ടേഴ്സ് ഇവളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്, അത് മാത്രമല്ല അവൾ വായിക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരിക്കൊളന്ത് സെർവൻ്റ് ആണെങ്കിലും ഇങ്ങനെ ഈ 2 ഡോക്ടേഴ്സിൻ്റെ കൂടെ നിന്നതോട് കൂടിയിട്ട് അവൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാം, അതുപോലെ വായന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ ഒരു ട്രാജഡി സംഭവിക്കുന്നത് ഇവൾ തിരിച്ചിട്ട് ഈ വില്ലേജിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അവിടെയുള്ള വേറൊരു വ്യക്തി, ഇവരൊരു റിലേറ്റീവ് മുരുകേശൻ ഇവളെ റേപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ അവളുടെ ലൈഫ് മൊത്തത്തിലായിട്ട് ട്രൊമാറ്റൈസ് ചെയ്യപ്പെടുകയാണ്. സോ ഹെർ ക്രൈഡ് ഫോർ ഹെൽപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അൺഹിയർഡ്, ആരും കേട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ അവളുടെ ലൈഫ് മൊത്തത്തിലായിട്ട് ഡെസ്പെയർ ആവാണ്. സോ ഷീ ബിക്കെയിം പ്രഗ്നൻറ്റ്. ഷീ റിവീൽഡ് ട്രൂത്ത് ടു സുജാത. സുജാതനോട് പറയുന്നുണ്ട് സത്യം, പക്ഷേ അത് സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു പവർലെസ് എഗെയിൻസ്റ്റ് ആയിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല, സുജാതയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ പറയുന്ന മുരുകേശൻ്റെ മകൻക്ക് നമ്മുടെ മരിക്കൊളന്ത് ജന്മം നൽകുന്നുണ്ട്, പേരിട്ട് മുത്തു. ഓക്കെ, സോ ആൻഡ് ആഫ്റ്റർ ഹെർ മദേഴ്സ് ആൻഡ് മുരുകേഷൻസ് ഡെത്ത് ഷീ ഫോക്കസസ് എൻറ്റയർലി ഓൺ ഹെർ ചൈൽഡ്, വോവിങ് ടു ഗിവ് ഹിം ദ എഡ്യൂക്കേഷൻ ആൻഡ് ഫ്യൂച്ചർ ഹി ഡിസേർവ്ഡ്. അങ്ങനെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടീനെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന മരിക്കൊളന്ത് ഒരു സെർവൻ്റ് ആയതുകൊണ്ട് തന്നെ ഷീ ഈസ് ഫിസിക്കലി അസാൾട്ടഡ്, വയലേറ്റഡ് ആണ്. ഓക്കെ,
സോ അവളുടെ കാണാൻ പറ്റുന്നത് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഇനേബിലിറ്റി കൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ലോവർ ക്ലാസ് വുമൺ ആയതുകൊണ്ട് തന്നെ അവളിലോട്ട് എപ്പോഴും ഒരു വൾനറബിൾ ആയിട്ടുള്ള ഒരു മെയിൽ ഗേസ് എത്തിപ്പെടുന്നുണ്ട്. എപ്പോഴും ഒരു ഒപ്രഷനാണ് അവർ നേരിടേണ്ടി വരുന്നത്. സോ ഇതൊക്കെയാണ് ഇത്രയും നമുക്കിവിടെ പറയാനുള്ളത്. നമുക്കറിയാം ഇതൊരു മെറ്റഫോറിക്കൽ ജേണിയാണ്. ഇവിടെ ട്രെയിൻ സിമ്പിൾ ചെയ്യുന്നത് എന്താണ്? യെസ്, ഒരു കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷനാണ്. സോ അഖില ഫീൽസ് ലേഡി സ്കൂപ്പി ലൈക്ക് എ വോം. ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത് അഖിലയുടെ കമ്മിങ് ഏജ്, അല്ലെങ്കിൽ ഷീ ഡിസൈഡിങ് ടു ലിവ് ബൈ ഹെർ സെൽഫ് ആൻഡ് നോട്ട് ടു ബി ബോതേഡ് ബൈ വാട്ട് ദ സൊസൈറ്റി സേസ് അബൌട്ട് ഹെർ. ഓക്കെ, അപ്പോൾ അവളൊരു ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അറിയാം ഇനി താൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇനി തൻ്റെ വോയിസ്, ഷീ ഫൈൻഡ്സ് എ വോയിസ് ഫോർ ഹെർ സെൽഫ്. അവൾക്ക് അവളുടെ സ്വന്തമായിട്ടുള്ളൊരു വോയിസ് അവൾ കണ്ടെത്തി. ആൻഡ് ഈ ഒരു ജേർണി എന്ന് പറയുന്നത് ആ കൂട്ടത്തിലുള്ള എല്ലാ സ്ത്രീകളെയും അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ദ ട്രെയിൻ ക്യാൻ ഓൾസോ ബി ലുക്ക്ഡ് അറ്റ് ആസ് എന്താ പറയുക, ഇക്വലൈസർ, ബിക്കോസ് ഇറ്റ് ബ്രിങ്സ് ടുഗെദർ ദ വിമൻ ഫ്രം ഡിഫറെൻറ്റ് ക്ലാസ്സസ് അല്ലെ, വ്യത്യസ്ത ക്ലാസ്സുകളിൽ പെടുന്ന, അതായത് നമ്മളവിടെ ഭയങ്കര അപ്പറായിട്ടുള്ള ഒരു ക്ലാസ്സിൽ പെടുന്ന ഒരു പെൺകുട്ടിയും കണ്ടും അതുപോലെ സെർവൻറ്റിനെ എല്ലാവരും കാണുന്നുണ്ട്. ഓക്കെ, സോ ലേഡി സ്കൂപ്പ് എന്ന് പറയുന്നത് ഈസ് എ സിംബിൾ ഓഫ് എ ലിമിറ്റഡ് സെൻസ് ഓഫ് സ്പേസ് ഫോർ ദീസ് വിമൻ ആൻഡ് ദിസ് പ്ലേസ് വെർ വിമൻ ക്യാൻ ബി ഓൺ ദെയർ ഓൺ വിത്തൗട്ട് എ മാൻസ് ഇൻട്രക്ഷൻ. ലേഡി സ്കൂപ്പ് എന്ന് പറയുന്നത് അതായത് ചെറിയൊരു സ്ഥലമാണ്, പക്ഷെ ആർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ആരുടെ ഇൻട്രാക്ഷൻ ഇല്ല, മാനിൻ്റെ ഇൻട്രാക്ഷൻ ഇല്ല. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ സംസാരിക്കാം, പെരുമാറാം, ആക്ഷൻ. ഓക്കെ, സോ അനിത ഇവിടെ ട്രൈ ചെയ്യുന്നത് ടു ഗീവ് എ ലൈറ്റ് ഇൻ ടു വിമൻസ് വേസ് ഓഫ് ഓവർകമ്മിങ് ദിസ് പാട്രിയാർക്കൽ നാച്ചർ. ഓക്കെ, സോ ദ ഓൺലി സൊല്യൂഷൻ ടു ഇസ് ഫൈൻഡ് ദെയർ ഓൺ ക്രിയേറ്റീവ് ആൻസർ ടു പ്രോബ്ലം ദാറ്റ് ദേ ഫേസ്. നമുക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്ത് പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിലും ആ പ്രോബ്ലംസ് സൊല്യൂഷൻസ് വേണം, സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആൻസർ അത് നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ട്. ഓക്കെ, നമ്മൾ തന്നെയാണ് നമ്മളുടെ ആൻസർ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് ആ പ്രോബ്ലം മറികടക്കാൻ പറ്റുള്ളൂ, ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ഏകദേശം നല്ലപോലെ ബ്രീഫായിട്ട് സമ്മറി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള സമ്മറി നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. പിന്നെ അതുപോലെ ഇതിൻ്റെ കൂടെ നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതും വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നല്ല ഐഡിയ കിട്ടും. ഈ ചാപ്റ്റർ എസ്സേക്ക് വന്നാൽ നല്ല അടിപൊളിയാക്കിയിട്ട് എഴുതാൻ പറ്റണം. ഓക്കെ, സോ ഓക്കെ, താങ്ക് യു.